സ്വാഗതം 20 കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ മത്സരചിത്രം പരിശോധിക്കുന്ന 20 ഇന്ന് എറണാകുളമാണ്. ലോക്സഭയിലും നിയമസഭയിലും കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലം എന്ന് പറയാവുന്നതാണ് എറണാകുളത്തെ. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ചിലപ്പോഴെങ്കിലും അട്ടിമറികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇടതുമുന്നണി. ഇക്കുറി എന്താണ് എറണാകുളത്തിൻ്റെ മനസ്സ്? സിറ്റിംഗ് MP കോൺഗ്രസിലെ ഹൈബി ഈഡനെ നേരിടാൻ ഇടതുമുന്നണിയിൽ CPIM സ്വന്തം ചിഹ്നത്തിൽ KJ ഷൈനിനെ മത്സരിപ്പിക്കുന്നു. CPIM മത്സരിപ്പിക്കുന്ന 2 വനിതാ സ്ഥാനാർത്ഥികളിൽ ഒരാൾ. BJPക്ക് വേണ്ടി ഡോക്ടർ KS രാധാകൃഷ്ണനാണ് മത്സരിക്കുന്നത്. പഴയ കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം. 2020 വേണ്ടി അഡ്വക്കേറ്റ് ആന്റണി ജൂഡിയാണ് മത്സരരംഗത്തുള്ളത്. 2019 ഹൈബി ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ ഇന്നത്തെ വ്യവസായ മന്ത്രി P രാജീവായിരുന്നു എതിരാളി. 1,69,053 വോട്ടായിരുന്നു ഹൈബിയുടെ ഭൂരിപക്ഷം. BJP സ്ഥാനാർത്ഥിയായത് അൽഫോൺസ് കണ്ണന്താനം നേടിയത് 1,37,749 വോട്ട്. BJPക്ക് ഈ മണ്ഡലത്തിൽ കിട്ടിയ ഏറ്റവും വലിയ വോട്ടാണ്. കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലം, ഹൈബി ഈഡനുള്ള സ്വീകാര്യത. നമുക്കൊപ്പം സീനിയർ ജേർണലിസ്റ്റ് ജോർജ് പടിപ്പാറയുണ്ട്. ശ്രീ ജോർജ് പടിപ്പാറ, ഞാൻ പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു ഉറച്ച മണ്ഡലം, ഹൈബിക്ക് നല്ല സ്വീകാര്യതയുണ്ട്. അതിലെന്തെങ്കിലും ഒരു മാറ്റം ഈ കാലത്തുണ്ടായിട്ടുണ്ടോ? രാജീവ്, ഇതുവരെയുള്ള നമ്മുടെ ഒരു ഈ പരിശോധനയിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു കാഴ്ചപ്പാടിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം എറണാകുളത്ത് സംഭവിച്ചതായിട്ട് കാണാൻ കഴിയുന്നില്ല. ഹൈബിയുടെ സ്വീകാര്യതയിലായാലും ശരി, കോൺഗ്രസിന്റെ സ്വീകാര്യതയിലായാലും ശരി, എറണാകുളത്ത് ഏതെങ്കിലും അടിയൊഴുക്കുകളോ തരംഗങ്ങളോ ഉള്ളതായിട്ട് ഇതുവരെ ദൃശ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസിന് ഏറ്റവും ജയസാധ്യതയുള്ള 2 മണ്ഡലങ്ങൾ എടുത്താൽ, ഇപ്പൊ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കൊണ്ട് മാത്രം വയനാട് വളരെ സുരക്ഷിതമാണ്, വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അതല്ലെങ്കിൽ രാഹുൽ അല്ല വയനാട്ടിലെ സ്ഥാനാർത്ഥിയെങ്കിൽ അത് കുറച്ചുകൂടെ ടൈറ്റ് ആയിരുന്നു. പക്ഷെ എറണാകുളത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും സുരക്ഷിതമെന്ന് വിശ്വസിക്കുന്ന ഒരു മണ്ഡലമാണ് എറണാകുളം. ഞാൻ വിചാരിക്കുന്നത് എറണാകുളത്ത് കോൺഗ്രസ് വിജയിക്കുന്നില്ലെങ്കിൽ പിന്നെ കേരളത്തിൽ കോൺഗ്രസിന്റെയും UDFന്റെയും സ്ഥിതി പരിങ്ങലാകും. ഒരുപക്ഷെ ഈ പറഞ്ഞ വയനാടും 2 മുസ്ലിം ലീഗ് മത്സരിക്കുന്ന 2 മണ്ഡലം കൊണ്ട് ഒതുങ്ങേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ ഒരു കണ്ണിൽ എറണാകുളം ഫോർ ദ ടൈം ബീങ് UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ സുരക്ഷിത മണ്ഡലമാണ്. വോട്ടർമാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഫീലിംഗ് ഇല്ലാത്ത ഹൈബി ഈഡൻ എന്ന് പറയുന്ന വളരെ സ്വീകാര്യനായ എറണാകുളത്തിന്റെ സ്വന്തം എന്ന് പറയാവുന്ന വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ വളരെ സജീവമായിട്ട് സക്രിയമായിട്ട് തന്നെ എറണാകുളത്തിന്റെ എന്താ പറയുക എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഹൈബി ഈഡനെ സംബന്ധിച്ചിടത്തോളം അവിടെ വളരെ സുരക്ഷിതമാണ് എന്നുള്ളതാണ് ഇതുവരെയുള്ള എല്ലാ സർവേകളും ഇതുവരെയുള്ള എല്ലാ വിലയിരുത്തലുകളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഹൈബിക്ക് അവിടെ ഒരു വലിയ മത്സരം അല്ലെങ്കിൽ വലിയൊരു പോരാട്ടം, ഒരു കടുത്ത മത്സരം എന്നൊന്നും പറയാനില്ല. പക്ഷെ ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷൈൻ നവാഗതയാണ്. പക്ഷെ ആദ്യഘട്ടത്തിൽ ഷൈൻ ഒരു എതിരാളിയെ ആവില്ല എന്ന രീതിയിൽ ഒരു തോന്നലൊക്കെ ഉണ്ടായെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു അധ്യാപക സംഘടനാ പ്രവർത്തകയായിരുന്നു എന്നതിനപ്പുറത്ത് തുറന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കോ മത്സര രംഗത്തേക്കോ ഒന്നും വരാത്ത ഷൈൻ ഒരു ഇമ്പാക്ട്, ഒരു ഇമേജ് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നന്നായി സംസാരിക്കുന്ന, നന്നായി ഇടപെടുന്ന ആളുകളുമായിട്ട് ഒരു വനിതാ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് നല്ലൊരു ഇംപ്രഷൻ സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. പക്ഷെ എങ്കിലും അത് ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന രീതിയിൽ, അല്ലെ ഹൈബി ഈഡനെ അട്ടിമറിക്കാവുന്ന രീതിയിൽ, അല്ലെ കോൺഗ്രസിന്റെ പരാജയം ഉറപ്പാക്കുന്ന രീതിയിലേക്ക് ഷൈന്റെ സാന്നിധ്യം ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. എങ്കിലും പതുക്കെ പതുക്കെ മത്സരം കടുക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസിനും ഹൈബി ഈഡനും അവിടെ, അല്ലെങ്കിൽ UDFനും ഹൈബി ഈഡനും എറണാകുളം ഒരു സുരക്ഷിത മണ്ഡലമാണ്. കഴിഞ്ഞ തവണ കിട്ടിയിടത്തോളം ഭൂരിപക്ഷം അതൊരു സാധാരണ ഭൂരിപക്ഷം അല്ലല്ലോ. 1,69,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്നൊക്കെ പറയുന്ന എറണാകുളത്ത് യഥാർത്ഥത്തിൽ ഇല്ലാത്തൊരു ഭൂരിപക്ഷമാണ്. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ രാഹുലിന്റെ സാന്നിധ്യം, അതുപോലെ തന്നെ ശബരിമല വിഷയം, കേരളം മുഴുവൻ ആഞ്ഞടിച്ച ഒരു തരംഗം, ഒരു LDF വിരുദ്ധ വികാരം, അത് സൃഷ്ടിച്ച എറണാകുളം പോലെ UDFന് സ്വാധീനമുള്ള, UDFനോട് അഫക്ഷനുള്ള ഒരു മണ്ഡലത്തിൽ അത് വലിയ രീതിയിലുള്ള ഒരു വോട്ടായി പരിണമിച്ചു. അങ്ങനെ തന്റെ കന്നി മത്സരത്തിൽ, ലോക്സഭയിലേക്കുള്ള കന്നി പോരാട്ടത്തിൽ ഹൈബിയെ പോലും ഞെട്ടിച്ച 1,69,000 വോട്ടിന്റെ മഹാഭൂരിപക്ഷം അദ്ദേഹത്തിന് കിട്ടി. പക്ഷെ അത് വീണ്ടും ആവർത്തിക്കുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും ഞാൻ വിചാരിക്കുന്നു കംഫർട്ടബിൾ മെജോറിറ്റിയിൽ, ഒരു തമ്പിങ് മെജോറിറ്റി ഒന്നും ഇത്തവണ പ്രതീക്ഷിക്കാൻ പറ്റില്ല, പക്ഷെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഭൂരിപക്ഷത്തിൽ ഇത്തവണ ഹൈബി ഈഡൻ വിജയം ആവർത്തിക്കും. BJP ഒരുപക്ഷെ
കഴിഞ്ഞ തവണ ത്തെക്കാൾ കൂടുതൽ വോട്ട് കെ എസ് രാധാകൃഷ്ണൻ വളരെ സുപരിചിതനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. കോൺഗ്രസ് പാരമ്പര്യമുള്ള ആളാണ്. അദ്ദേഹത്തിന് എന്താ പറയാ, കഴിഞ്ഞ തവണ അദ്ദേഹം ആലപ്പുഴയിൽ മത്സരിച്ച് നല്ല രീതിയിൽ വോട്ട് മേടിച്ചു. ഇത്തവണ അദ്ദേഹം എറണാകുളത്തേക്ക് വന്നിരിക്കുന്നു. PSC ചെയർമാനായിട്ട്, സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലറൊക്കെ ആയിട്ട് ഒരുപാട് അനുഭവ സമ്പത്തുള്ള, ബുദ്ധിജീവിയായ, നന്നായി പ്രസംഗിക്കുന്ന, കാര്യങ്ങൾ നന്നായി അപഗ്രഥിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിന് കുറച്ചുകൂടി വോട്ട് കൂട്ടാൻ കഴിഞ്ഞേക്കാം. പക്ഷെ അതും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച കാര്യം, ഒരു വനിതാ സ്ഥാനാർത്ഥി, CPIM മത്സരിപ്പിക്കുന്ന 2 വനിതാ സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് എറണാകുളത്തെ KJ ഷൈൻ. നമ്മൾ 2009 ഒരു സാഹചര്യം കണക്കിലെടുത്താൽ അന്ന് സിന്ധു ജോയിയാണ് CPIM അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിപ്പിച്ചത്. KV തോമസ് ആയിരുന്നു എതിരാളി. തോമസ് മാഷിന് കിട്ടിയത് 46.3%, വോട്ട്. സിന്ധു ജോയിക്ക് 44.4% വോട്ട് കിട്ടി. ഭൂരിപക്ഷം 11,790 താഴ്ത്താൻ അന്ന് സിന്ധു ജോയിക്കും ഇടതുപക്ഷത്തിനും സാധിച്ചിരുന്നു. മറ്റൊരു സാഹചര്യം നമ്മൾ നോക്കിയാൽ 2004 ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 70,000-ലധികം വോട്ടിന് ഇവിടെ വിജയിച്ചിട്ടുണ്ട്. അതായത് അട്ടിമറിക്കോ ശക്തമായ മത്സരത്തിനോ ഒക്കെയുള്ള സാധ്യത വിരളമായെങ്കിലും എറണാകുളത്തുണ്ട്. അതുകൊണ്ട് വനിതാ സ്ഥാനാർത്ഥി എന്നുള്ളത് ഒരു ശക്തമായ മത്സരത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ ഇടതു മുന്നണിയെ സഹായിച്ചിട്ടുണ്ടോ? ഒരു പരിധിവരെ രാജീവ്, നമ്മൾ ഈ വളരെ അപൂർവമായിട്ട് ഒരു മണ്ഡലത്തില് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വനിതാ സ്ഥാനാർത്ഥികളെ കിട്ടാറുള്ളൂ. ഇപ്പൊ കേരളത്തിൽ തന്നെ നമുക്കറിയാം, ഇടതു മുന്നണി 2 ഇടത്ത് നിർത്തുന്നു. എറണാകുളത്ത് ഷൈനും, അതുപോലെ തന്നെ വടകരയില് നമ്മുടെ ശൈലജ ടീച്ചറും. അത് ഒഴിവാക്കിയാൽ UDF ആവട്ടെ, ആലത്തൂരില് രമ്യ ഹരിദാസ് ആണ് അവരുടെ ഏക സ്ഥാനാർത്ഥി. BJP പക്ഷത്തിന് 2 സ്ഥാനാർത്ഥികളെ കാണുന്നുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ വനിതാ സ്ഥാനാർത്ഥികൾ വരുമ്പോൾ അവർക്ക് കുറച്ചുകൂടി സ്ത്രീകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അവരിലേക്ക് കുറച്ചുകൂടി എന്താ പറയാ, ഇന്റിമേറ്റ് ആയിട്ട് ഇടപെടാനൊക്കെ ഒരു സാധ്യതയുണ്ട്. അവരുടെ സഹതാപം അല്ലെങ്കിൽ അവരുടെ സ്നേഹം കുറച്ചുകൂടി അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റുമോ എന്ന കാര്യത്തിലൊക്കെ നമുക്ക് പരിഗണിക്കേണ്ട വിഷയമാണ്. പക്ഷെ എറണാകുളത്തിന്റെ ഒരു സ്വഭാവം വെച്ച് ഒരു വനിതാ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു വലിയ അട്ടിമറി നടക്കുമെന്ന് നമുക്ക് വിചാരിക്കാൻ ന്യായമില്ല. പിന്നെ ജനം എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് നമുക്ക് തീർത്ത് പറയാനും കഴിയില്ല. സിന്ധു ജോയുടെ ഉദാഹരണം ഒരു നല്ല ഉദാഹരണമാണ്. പരിണതപ്രജ്ഞനായ, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള KV തോമസ് മാഷ് അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകമായ എറണാകുളത്ത് അതുപോലെ ആ രീതിയിൽ വിറപ്പിക്കണമെന്നുണ്ടെങ്കിൽ വെറും 2% വ്യത്യാസത്തിലാണ് അന്ന് തോമസ് മാഷ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോയത്. ശരിയാണത്. അതുപോലെ തന്നെ ഈ മണ്ഡലം ഒരിക്കലും അട്ടിമറി നടക്കില്ലാത്തൊരു മണ്ഡലമൊന്നും അല്ല. 2009 ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ 70,000 വോട്ടിന്റെ, സേവ്യർ അറക്കലിന്റെ മരണം മൂലം ഒഴിവന്നതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സെബാസ്റ്റ്യൻ പോൾ 70,000 വോട്ടിന് ജയിച്ച ചരിത്രമുണ്ട്. പക്ഷെ ഈ അതൊക്കെ മണ്ഡലത്തിന്റെ ചരിത്രമാണ്. ജയിക്കാൻ പറ്റാത്ത, അജയ്യമായ, ഇൻവിൻസിബിൾ ആയിട്ടുള്ളൊരു മണ്ഡലമൊന്നും അല്ല അത്. ഇടതുപക്ഷത്തിന് ഓർക്കാൻ ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നു ഇവിടെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സംഘടനാ സംവിധാനമുള്ള ഒരു മണ്ഡലമാണ്. ഒരുപക്ഷെ ഈ UDFന്റെ സമരങ്ങള് വളരെ ഏറ്റവും കൂടുതൽ വിജയകരമായി നടന്ന ഒരു മണ്ഡലമാണ്. അടുത്ത കാലത്ത് നടന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലാണെങ്കിലും ശരി, ഒക്കെ വലിയ വിജയം നേടാൻ കഴിഞ്ഞ ഒരു മണ്ഡലമാണ് ഒരു എറണാകുളം. അതുപോലെ തന്നെ അവിടുത്തെ DCC പ്രസിഡന്റ് ആണെങ്കിലും വളരെ ശക്തമായിട്ട് നല്ല രീതിയിൽ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, ഈ പറഞ്ഞ സെബാസ്റ്റ്യൻ പോൾ വിജയിച്ചപ്പോഴും സിന്ധു ജോയ് ജയിച്ചപ്പോഴും ഒക്കെ നമ്മൾക്ക് കാണേണ്ടി വന്ന, അല്ലെങ്കിൽ നമ്മൾ കണ്ട ഒരു കാഴ്ച, അന്നൊക്കെ ഈ പാർട്ടിക്കകത്ത് അതിഭയങ്കരമായ ഗ്രൂപ്പിസം ഉണ്ടായിരുന്നു. വളരെ ശക്തമായ രീതിയിൽ പ്രമുഖ നേതാക്കൾ തമ്മിൽ വിരുദ്ധ താല്പര്യങ്ങളുമായിട്ട് സമാന്തര രേഖകൾ പോലെ സഞ്ചരിച്ചിരുന്ന ഒരു കാലമാണത്. ആ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ സംഘടനയ്ക്കകത്ത് അങ്ങനെയുള്ള വലിയ ഗ്രൂപ്പിസോ, അല്ലെങ്കിൽ നേതാക്കളെ ഇരുവശത്ത് നിന്ന് വെല്ലുവിളിക്കുന്ന ഒരു കാഴ്ചയോ, നേതാക്കൾക്ക് ചുറ്റും നിന്ന് പ്രവർത്തകര് 2 ചേരിയായി മാറുകയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വിട്ടുനിൽക്കുകയോ, അല്ലെങ്കിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള വിമത പ്രവർത്തനം നടത്തുകയോ ഒന്നും നമ്മൾ കാണുന്നില്ല. അപ്പൊ അന്നത്തെ സാഹചര്യങ്ങളും ഇന്നത്തെ സാഹചര്യങ്ങളും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ തവണ P. രാജീവ് എന്ന് പറയുന്ന കരുത്തൻ, ഇപ്പോഴത്തെ മന്ത്രി, അദ്ദേഹത്തെ പോലെ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചിട്ട് പോലും ഹൈബി ഈഡൻ ഇത്രയും മാരകമായ ഭൂരിപക്ഷമാണ് കിട്ടിയത്. എന്ത് വന്നാലും P. രാജീവിനേക്കാൾ ശക്തയാണ് ഷൈൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വനിതയാണെങ്കിലും അങ്ങനെ ഒരു സ്വീകാര്യത കിട്ടിയാൽ പോലും P. രാജീവിന് സാധിക്കാത്ത സ്ഥലത്ത്, അല്ലെങ്കിൽ ഇത്രയും വലിയ മാർജിന് തോറ്റൊരു മണ്ഡലത്തിൽ
ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു വലിയ വമ്പൻ അട്ടിമറി സൃഷ്ടിക്കാൻ ഷൈന് കഴിഞ്ഞാൽ അതൊരു വലിയ അത്ഭുതം തന്നെയായിരിക്കും. ഒരുപക്ഷെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ എക്കാലത്തും രേഖപ്പെടുത്തി വെക്കാവുന്ന ഒരു വമ്പൻ അട്ടിമറി എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. പക്ഷെ ഫോർ ദ ടൈം ബീങ് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച അങ്ങനെ ഒരു അട്ടിമറിക്കുള്ള സാധ്യത തുലവും വിരളമാണ്, അല്ലെങ്കിൽ അതിവിദൂരമാണ്. ഇദ്ദേഹം ഹൈബി ഈഡൻ ഒരു എന്താ പറയാ, കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷമൊന്നും ഇല്ലെങ്കിലും ഭേദപ്പെട്ട മാർജിനിൽ ജയിച്ചു പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. ഒരു വനിതാ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ചെറിയ തോതിലുള്ള ഒരു അഡ്വാൻറ്റേജ് ഒക്കെ ഷൈനി കിട്ടിയേക്കാം. ഗ്രാഫ് ഓരോ ദിവസം ചെല്ലും തോറും, പ്രചരണം കൂടുന്തോറും അവര് ആളുകളെ കയ്യിലെടുക്കുന്നുണ്ട്, നന്നായി സംസാരിക്കുന്നുണ്ട്. എന്താ പറയാ, വളരെ സെന്റിമെന്റൽ ആയിട്ട് തന്നെ അവർ സംസാരിക്കുന്നു, അവർക്ക് സ്വീകാര്യതയൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ സ്വീകാര്യത ഹൈബി ഈഡനുണ്ട്. നെഗറ്റീവ്സ് ഒന്നുമില്ല. ഒരു MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നില്ല. അദ്ദേഹം മണ്ഡലത്തിന്റെ വികസന കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്നുള്ള ആക്ഷേപമില്ല. മണ്ഡലമായിട്ട് ബന്ധപ്പെട്ട സാമൂഹ്യ പ്രശ്നങ്ങളിലോ രാഷ്ട്രീയ പ്രശ്നങ്ങളിലോ MP-യുടെ സ്വാധീനം ഇല്ല എന്നുള്ള ആരോപണം എവിടെയും ഉയരുന്നില്ല. സർവോപരി എറണാകുളത്തിന്റെ ഒരു രാഷ്ട്രീയ മനസ്സ് കോൺഗ്രസിനൊപ്പമാണ്, UDF-നൊപ്പമാണ്. നമുക്കറിയാം, കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം മണ്ഡലങ്ങളിലാണ്, ഇപ്പോ 7 നിയമസഭാ മണ്ഡലങ്ങൾ എടുത്താൽ 4ഇടത്തും UDF വിജയിച്ച, കോൺഗ്രസ് വിജയിച്ച, ഇപ്പൊ പറവൂരാണെങ്കിലും ശരി, എറണാകുളം ആണെങ്കിലും ശരി, തൃക്കാക്കരയാണെങ്കിലും ശരി, അങ്ങനെ 4 മണ്ഡലങ്ങളില് UDF ജയിച്ച സ്ഥലമാണ് എറണാകുളം. LDF-ന് 3 മണ്ഡലങ്ങളേ ഉള്ളൂ. അപ്പൊ ഈ വക രാഷ്ട്രീയ സാഹചര്യങ്ങൾ, നിലവിലുള്ള രാഷ്ട്രീയ കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോഴും UDF-ന് കുറെ കൂടി മെച്ചപ്പെട്ട സാധ്യതയുള്ള, കുറെ കൂടി സുഖമുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഹൈബി ഈഡൻ മത്സരിക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ നമുക്ക് എറണാകുളം പോലുള്ള ഒരു മണ്ഡലത്തിൽ സർക്കാർ വിരുദ്ധ വികാരമൊക്കെ ഇത്രയും ശക്തമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. പിന്നെ ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് 2020 പോലെയുള്ള ഇതിന്റെ റൈറ്റ്, നമുക്ക് 2020യുടെ സാധ്യതയിലേക്ക് വരാം. അതിനു മുമ്പ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡോക്ടർ KS രാധാകൃഷ്ണൻ എടുക്കുക. അദ്ദേഹം പണ്ടൊരു കോൺഗ്രസ് സഹയാത്രികനായിരുന്നു. കോൺഗ്രസ് നോമിനിയായിട്ടാണ് അദ്ദേഹം കാലടി സംസ്കൃത സർവകലാശാലയുടെ VC ആവുന്നത്, പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ ആകുന്നത് ഒക്കെ. അവിടെ നിന്നാണ് അദ്ദേഹം BJP-യിലേക്ക് മാറുന്നത്. കഴിഞ്ഞ തവണ ഇപ്പോൾ ജോർജ് പൊടിപ്പാറ തന്നെ സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴ മത്സരിച്ചപ്പോൾ കൂടുതൽ വോട്ട് നേടാൻ, പക്ഷേ BJP തന്നെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ള വോട്ട് നേടാൻ ഡോക്ടർ KS രാധാകൃഷ്ണന് സാധിച്ചിരുന്നു. ഇക്കുറി അദ്ദേഹം BJP സ്ഥാനാർത്ഥിയായി എറണാകുളത്ത് മത്സരിക്കുന്നു. അദ്ദേഹം എറണാകുളം സ്വദേശിയാണ്, പഴയ ബന്ധങ്ങളുണ്ട്, മഹാരാജാസ് കോളേജിൽ ദീർഘകാലം അധ്യാപകനായിരുന്നു. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ വോട്ടിൽ ഒരു ചെറിയ ചോർച്ച ഉണ്ടാക്കാൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ കാരണമാകുമോ? അവിടെ രാജീവ്, നമ്മൾ കാണേണ്ട ഒരു വിഷയം, KS രാധാകൃഷ്ണൻ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഈ 3 പേരെ പരിഗണിക്കുമ്പോൾ അക്കാദമിക് ബ്രില്യൻസിന്റെ കാര്യത്തിലായാലും മികച്ച എന്താ പറയുക പൊസിഷനുകൾ, ഇപ്പൊ ഒരു വൈസ് ചാൻസലറായിട്ട്, PSC ചെയർമാനായിട്ട്, ഇങ്ങനെയെല്ലാം ഒരുപാട് വലിയ പദവികൾ അലങ്കരിച്ച നല്ല പ്രഭാഷകനാണ്, എഴുത്തുകാരനാണ്. എന്താ പറയാ, പുരാണങ്ങളിലും അതുപോലെ വേദോപനിഷത്തുകളെയൊക്കെ സംബന്ധിച്ച് വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ ശേഷിയുള്ള നല്ല ഒരു വ്യക്തിത്വമാണ്, അതിലൊന്നും സംശയമില്ല. പക്ഷെ അദ്ദേഹമാക്കി മാറ്റിയത്, അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിന് അദ്ദേഹം ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന കോൺഗ്രസിനാണ്. ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവിയിൽ അവരോധിച്ചു. അതിനുശേഷം PSC ചെയർമാനായിട്ട് അദ്ദേഹത്തെ നിയോഗിച്ചു. ഒടുവിൽ അദ്ദേഹം ഇതെല്ലാം അനുഭവിച്ച് ആ ടൈം കഴിഞ്ഞപ്പോൾ അദ്ദേഹം BJP-യിലേക്ക് പോവുകയാണ് ചെയ്തത്. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ പലരെ കുറിച്ചും പറയാറുണ്ട്, എല്ലാ സ്ഥാനമാനങ്ങളും കിട്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാ പദവികളും അനുഭവിച്ച ശേഷം ആ പാർട്ടി അർപ്പിച്ച വിശ്വാസത്തെ തകർത്ത് അദ്ദേഹം മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ ചില ഘട്ടങ്ങളിലെങ്കിലും ഒരു എറണാകുളം പോലുള്ള ഒരു മണ്ഡലത്തിൽ ഇത് അദ്ദേഹത്തിന് പ്ലസ് ആണോ മൈനസ് ആണോ സൃഷ്ടിക്കാന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ ആലപ്പുഴയിലെ ഒരു സ്വഭാവം അല്ല എറണാകുളം മണ്ഡലത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ KS രാധാകൃഷ്ണൻ കരുത്തനാണെങ്കിലും എറണാകുളത്ത് അദ്ദേഹത്തിന് ആലപ്പുഴയിലെ പ്രകടനം ആവർത്തിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ BJP സ്ഥാനാർത്ഥി വാങ്ങിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് കിട്ടിക്കൂടായികയില്ല, പക്ഷെ കിട്ടും എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയും മോശമൊന്നായിരുന്നില്ല. അൽഫോൻസ് കണ്ണന്താനം പല രീതിയിൽ ഇദ്ദേഹത്തെ പോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് വലിയ സ്വാധീനമുള്ള മുൻ MLA ആണ്, ഡൽഹിയിലൊക്കെ വലിയ പേരുകളുള്ള, അങ്ങനെ ഷൈൻ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിന് നല്ലപോലെ വോട്ട്, 1,37,000 വോട്ട് പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇതിന്റെ കൂടെ ചേർക്കേണ്ട ഒരു സംഗതി എന്താന്ന് വെച്ചാൽ, ഇത് ഇത്തവണ ഇപ്പൊ BJP-ക്ക് എല്ലാ സ്ഥലത്തും ഏത് മണ്ഡലം പരിശോധിക്കുമ്പോഴും അവിടെ എല്ലാം വോട്ട് കൂടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ വന്നാൽ ഈ BJP-ക്ക്
അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാൾ വലിയ തോതിൽ വോട്ട് കൂടുക എന്ന് വന്നാൽ അതിനർത്ഥം BJP-യിലേക്ക് ഹിന്ദു വോട്ടുകൾ കൂടുതൽ മാറുന്നു എന്നാണ് അർത്ഥം. ആ ഹിന്ദു വോട്ടുകളുടെ മുഖ്യ ഗുണഭോക്താക്കൾ എന്ന നിലയ്ക്ക് ഹിന്ദു വോട്ടുകളുടെ ചോർച്ച ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോയാൽ അത് ഇടതുമുന്നണിയെയും ബാധിക്കും. അതും സംഭവിച്ചുകൂടായികയില്ല. അപ്പൊ അദ്ദേഹത്തിന് കിട്ടുന്ന വോട്ട് കോൺഗ്രസിന്റെ വോട്ടുകൾ പൊതുവിൽ UDF-ന് ഈ എന്താ പറയാ ഹിന്ദു വോട്ടുകളിൽ മൊത്തത്തിൽ ഏറ്റവും ചെറിയ പെർസെന്റ് ആണുള്ളത്. ഇപ്പം BJP-യെ പരിഗണിക്കുക അല്ലെങ്കിൽ ഇടതുമുന്നണിയെ പരിഗണിച്ചാൽ ഈ മൂന്ന് ഒരു താരതമ്യം നടത്തിയാൽ UDF-ന് കിട്ടുന്ന പെർസെന്റേജ് ഈ മറ്റു രണ്ടുപേരെ അപേക്ഷിച്ച് കുറവാണ്. അപ്പൊ BJP വൻതോതിൽ 25%-ലേക്കോ 28%-ലേക്കോ ഒക്കെ അവരുടെ വോട്ടിംഗ് വിഹിതം വർദ്ധിപ്പിച്ചാൽ അത് കോൺഗ്രസിന്റെ മാത്രം അല്ലെങ്കിൽ UDF-ൽ നിന്നുള്ള മാത്രം ഹിന്ദു വോട്ടുകളുടെ ഒഴുക്കായിട്ട് കാണാൻ പറ്റില്ല. അത് സ്വാഭാവികമായിട്ടും വലിയ തോതിൽ അപ്പുറത്ത് LDF-ൽ നിന്ന് ഇതുവരെ വോട്ട് ചെയ്തിരുന്ന ഒരു വിഭാഗത്തിന്റെ കൂടി വോട്ട് ചോർച്ച അവിടെ സംഭവിക്കും. അങ്ങനെ വന്നാൽ അത് UDF-നെ മാത്രമല്ല ബാധിക്കുക, LDF-നെയും ബാധിക്കും എന്നുള്ളത് ഉറപ്പാണല്ലോ. ഇപ്പൊ കേരളത്തിൽ പല മണ്ഡലങ്ങളിലും തൃശ്ശൂരും തിരുവനന്തപുരത്തും ഒക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. 30%-ലേക്കും അതിന് മുകളിലേക്കും ഒക്കെ BJP വോട്ടുകൾ പോകുക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും UDF-ന്റെ മാത്രമല്ല, ചാഞ്ചാടി നിൽക്കുന്ന UDF വോട്ടുകൾ എളുപ്പത്തിൽ മറിയും എന്ന് പറയാൻ എളുപ്പമാണെങ്കിലും ഇത്രയും വലിയ പെർസെന്റേജിലേക്കൊക്കെ ഒരു പരിധിയിൽ കവിഞ്ഞ് പെർസെന്റേജ് BJP ഉയർത്തിയാൽ അത് ഒരുപക്ഷെ കൂടുതൽ ബാധിക്കുക LDF-നെ ആയിരിക്കും എന്നാണ് ഞാൻ ഇപ്പൊ പല മണ്ഡലങ്ങളെയും വെച്ച് പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്കതേക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ഒരു ചിത്രം കിട്ടിയേക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റൈറ്റ്. ഈ മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ അവിടെ 33%-ത്തിലധികം അല്പം വരും ക്രിസ്തുമത വിശ്വാസികളുടെ വോട്ട്. അതിൽ തന്നെ പ്രധാനം സീറോ മലബാർ സഭാംഗങ്ങളുടെ വോട്ടാണ്. ഈ സഭയ്ക്കുള്ളിൽ കുറെ കാലങ്ങളായിട്ട് പല പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സ്വതന്ത്ര സഭയാകണമെന്ന അഭിപ്രായം എറണാകുളം അങ്കമാലി രൂപത ഈ അടുത്ത കാലത്താണ് ഉയർത്തിയത്. ഈ തർക്കത്തെ ചിലപ്പോഴെങ്കിലും ഔദ്യോഗിക വിഭാഗത്തിനൊപ്പം നിന്നിരുന്നു ഈ ഇടതുമുന്നണി സർക്കാർ, പിണറായി വിജയൻ സർക്കാർ. ഈ സഭയിലെ വിഭാഗീയ പ്രശ്നങ്ങൾ അത് ഏതെങ്കിലും വിധത്തിൽ ഈ വോട്ടിങ്ങിനെ സ്വാധീനിക്കാൻ ഇടയുണ്ടോ? രാജീവ്, അതൊരു എന്താ പറയാ, കേരളത്തിൽ സീറോ മലബാർ സഭയ്ക്കോ അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസികൾക്ക് ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ അവരൊരു നിർണായക സാന്നിധ്യമായ മണ്ഡലങ്ങളുടെ ഒരു സ്വഭാവത്തിലല്ല ഈ എറണാകുളം മണ്ഡലത്തിന്റെ ഒരു നിൽപ്പ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അതായത് എറണാകുളം അങ്കമാലി അതിരൂപത കുറെ കാലങ്ങളായിട്ട് ഈ പറഞ്ഞ ഈ കത്തോലിക്ക സഭ സീനഡിന്റെ തീരുമാനങ്ങളെ ഒന്നും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭൂമി ഇടപാട് മുതൽ അതിരൂപതയിലെ ഭൂമി ഇടപാട് തൊട്ട് മേജർ ആർച്ച് ബിഷപ്പിനെതിരെയും അതുപോലെ തന്നെ സീനഡിനെതിരെയും അവിടെയുള്ള ഔദ്യോഗിക വിഭാഗത്തിനെതിരെ വളരെ ശക്തമായ നിലപാടെടുത്തിരിക്കുക. ഏറ്റവും ഒടുവിൽ കാണുന്ന കാഴ്ച എന്താ? അപ്പൊ അതിലേക്ക് വളരെ വിശദമായിട്ട് കടന്നു പോകേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഏറ്റവും ഒടുവിലത്തെ പ്രശ്നം, ഇപ്പൊ കത്തോലിക്ക സഭയിൽ രണ്ട് തർക്കങ്ങളാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. ഒന്ന്, ജനാഭിമുഖ കുർബാന, മുമ്പുണ്ടായിരുന്ന ജനാഭിമുഖ കുർബാന വേണോ അതോ സീനഡ് തീരുമാനമനുസരിച്ച് വത്തിക്കാന്റെയും പൗരസ്ത്യ തിരുസംഘത്തിന്റെയും ഒക്കെ തീരുമാനം അനുസരിച്ച് ഔദ്യോഗിക വിഭാഗം, അതായത് മെത്രാൻ സീനഡ് എടുത്ത ഒരു തീരുമാനം. ആ തീരുമാനം എന്ന് പറയുന്നത് സഭയിൽ ഇനി അൾത്താരാഭിമുഖ കുർബാന മതി എന്നാണ്. പക്ഷെ അതിനെ വളരെ ശക്തമായിട്ട് എതിർക്കാണ്. എന്തെല്ലാം സംഭവങ്ങളാണ് നടന്നത്. അതായത് കുർബാന അർപ്പിക്കാൻ മേജർ ആർച്ച് ബിഷപ്പിനെ അനുവദിക്കാതിരിക്കുക, അതുപോലെ തന്നെ സഹായ മെത്രാന്മാരെ അനുവദിക്കാതിരിക്കുക, സീനഡ് യോഗം നടക്കുന്ന സെന്റ് തോമസ് മൗണ്ടിലെ ആസ്ഥാനത്തേക്ക് വലിയ മാർച്ച് നടക്കുന്നു. എന്തിന് അതിശക്തമായ ഇതിന്റെ പള്ളിയില്, പ്രധാനപ്പെട്ട ആ പള്ളിയില്, ബസിലിക്ക പള്ളിയില് ഈ പറഞ്ഞ പോലെ സംഘടന നടക്കുന്നു, ഇരുവിഭാഗവും ഏറ്റുമുട്ടുന്നു. അൾത്താരയിൽ മുമ്പിൽ വെച്ച് പോലും തർക്കങ്ങളും അതുപോലെ തന്നെ ഏറ്റുമുട്ടലും ഒക്കെ നടക്കുന്ന കാഴ്ചകളും നമ്മൾ കണ്ടു. ഇതിനകത്തൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ പോലും അന്ന് ഈ കത്തോലിക്ക സഭയിലെ ഔദ്യോഗിക വിഭാഗത്തിന്റെ ഒരു നോമിനിയാണ് അന്ന് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഡോക്ടർ ജോ ജോസഫ് എന്ന് പറയുന്ന ഒരു ആരോപണം പോലും വന്നു. അദ്ദേഹത്തിന്റെ പരാജയത്തിൽ ഒരു ഘടകമായി പോലും ഈ എറണാകുളത്തെ ഭൂരിപക്ഷം വരുന്ന ഈ വിമത വിഭാഗത്തിന്റെ അല്ലെങ്കിൽ അവിടുത്തെ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി വാദിക്കുന്ന, കൂടുതൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന
മഹാഭൂരിപക്ഷം വൈദികരും അവിടെ നിന്നുള്ള മെത്രാന്മാരടക്കം ഈ ജനാഭിമുഖ കുർബാന മതി എന്നുള്ള ഒരു പക്ഷത്ത് ഉറച്ചു നിൽക്കുകയാണ്. ഒരു പരിധിവരെ എല്ലാ അനുനയ ചർച്ചകളും പാളുന്നു. വത്തിക്കാൻ ഇടപെട്ടിട്ട് പോലും രക്ഷയില്ല. മാർപ്പാപ്പയുടെ എന്താ പറയാ കൃത്യമായിട്ടുള്ള ആ ഒരു കൽപ്പന വന്നിട്ടും എറണാകുളത്തെ ആളുകൾ, എറണാകുളത്തെ വിശ്വാസികളും അതുപോലെ തന്നെ അവർക്ക് നേതൃത്വം നൽകുന്ന വൈദികരും ഒരു പരിധിവരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മഹാഭൂരിപക്ഷം വരുന്ന അവരെല്ലാം ഈ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്. ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ച പോലെ ചില ഘട്ടങ്ങളിലെങ്കിലും കേരളത്തിലെ സർക്കാർ, ഇടതുമുന്നണിയും അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാർ ഈ ഔദ്യോഗിക വിഭാഗത്തിനൊപ്പമാണ് തങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില നടപടികൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഹാഭൂരിപക്ഷം വരുന്ന എറണാകുളത്തെ സീറോ മലബാർ സഭാ വിശ്വാസികൾക്ക് ഈ കാര്യത്തിൽ സർക്കാരിനോട്, സഭയിലെ ഔദ്യോഗിക വിഭാഗത്തോടെ എത്രത്തോളം എതിർപ്പുണ്ടോ, ഏതാണ്ട് അതിന് സമാനമായ ഒരു എതിർപ്പ് ഈ പറയുന്ന അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന, അവരെ പിന്തുണയ്ക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികളുടെ വികാരങ്ങൾക്ക് പകരം സഭയിലെ ഔദ്യോഗിക വിഭാഗത്തിന് തുണയ്ക്കുന്ന നിയമപരമായിട്ടും പോലീസ് നടപടിയായാലും കോടതിയോട് ബന്ധപ്പെട്ട വിഷയങ്ങളിലായാലും ഒക്കെ പലപ്പോഴും ഇടതുമുന്നണി അല്ലെങ്കിൽ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ ഔദ്യോഗിക വിഭാഗത്തെയാണ് തുണയ്ക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു, മേജർ ആർച്ച് ബിഷപ്പ് പോലും സ്ഥാനം ഒഴിയേണ്ടി വന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. ഒരിക്കലും സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത സംഭവ വികാസങ്ങളാണ് ഈ പറഞ്ഞ ഈ തർക്കത്തിനോടനുബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത്. അതൊന്ന് പരിഹരിക്കാൻ അഴിക്കുന്തോറും കുരുക്കും മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് ജനാഭിമുഖ കുർബാന തന്നെ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ, നിങ്ങൾ മറ്റെല്ലാവരും അത് അംഗീകരിച്ചോളൂ, പക്ഷെ ഒരു പ്രത്യേക ഒരു സ്വതന്ത്ര സഭ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ആ രീതിയിൽ മറ്റു പല റീത്തുകളും ഉണ്ടല്ലോ, ഇപ്പൊ മലങ്കര കത്തോലിക്ക റീത്ത് അങ്ങനെയൊക്കെ പോലെ വേണമെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഒരു സ്വതന്ത്ര പദവി നൽകി ഈ ജനാഭിമുഖ കുർബാന മാർപ്പാപ്പയുടെ കീഴിൽ തന്നെ ജനാഭിമുഖ കുർബാന എന്താ പറയാ പാലിക്കുന്ന, അല്ലെങ്കിൽ ആ ജനാഭിമുഖ കുർബാന അനുശീലിക്കുന്ന ഒരു സമൂഹമായിട്ട് തങ്ങളെ മാറ്റണം, അങ്ങനെ ഒരു പ്രത്യേക സ്റ്റാറ്റസിലേക്ക് തങ്ങളെ കൊണ്ടുപോകണം എന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിസങ്കീർണമാണ് വിഷയങ്ങൾ. അതുകൊണ്ട് തന്നെ എറണാകുളത്തെ ക്രിസ്ത്യൻ സമുദായത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുള്ളതും സീറോ മലബാർ സഭയ്ക്കാണ്. ലാറ്റിൻ കാത്തലിക്സിന്റെ സാന്നിധ്യവും എറണാകുളം മണ്ഡലത്തിലുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. എങ്കിൽ പോലും പ്രധാനമായിട്ടും സീറോ മലബാർ സഭ തന്നെയാണ് കൂടുതൽ ശക്തി. പക്ഷെ പലപ്പോഴും ലാറ്റിൻ വോട്ടുകളും നിർണായകമാണ്. എന്തായാലും ഞാൻ വിചാരിക്കുന്നു അവിടുത്തെ ഈ കത്തോലിക്ക സഭയിലെ മഹാഭൂരിപക്ഷത്തിന്റെ നിലപാടും ഒരളവിലെങ്കിലും UDFിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതും ഹൈബീഡന്റെ വിജയത്തിലെ ഒരു വലിയൊരളവിൽ സഹായിക്കും എന്ന് വേണം ഇപ്പോഴത്തെ നില വെച്ച് നമുക്ക് വിലയിരുത്താൻ. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം 2020 ആണ്. അത്ര വലിയ ഘടകമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇപ്പോൾ ചാലക്കുടി മണ്ഡലത്തിൽ ഉണ്ടാക്കും എന്ന് അവർ അവകാശപ്പെടുന്നൊരു ഇമ്പാക്റ്റ് ഒന്നും എറണാകുളം മണ്ഡലത്തിൽ 2020 ഉണ്ടാക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ 2020 മത്സരിക്കുന്നുണ്ട്. ഇവർ പിടിക്കുന്ന വോട്ടുകൾ കോൺഗ്രസിനെയാണ് ബാധിക്കുക എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ഇപ്പോൾ V4 കൊച്ചി പോലെയുള്ള സംഘടനകളൊക്കെ 2020 പിന്തുണയ്ക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് ഈ ഹൈബിയുടെ ഒരു പ്രകടനത്തെ ബാധിക്കുമോ? ഹൈബിയുടെ ഭൂരിപക്ഷത്തെ അത് ബാധിച്ചേക്കാം. പക്ഷെ ഹൈബിയുടെ വിജയത്തെ തടയാൻ 2020 സാധിക്കുമോ? നമ്മൾ തന്നെ താങ്കൾ തന്നെ സൂചന നൽകിയതുപോലെ ചാലക്കുടിയിലെ പോലെ ഒരു നിർണായക ശക്തി അല്ല ഈ 2020 എറണാകുളം മണ്ഡലത്തിൽ. അവരുടെ ആസ്ഥാനമായ കുന്നത്തുനാട് അവർക്കുള്ളൊരു സ്വാധീനം, അവിടെ പല പഞ്ചായത്തുകളും വലിയ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്ത് അവർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും കുന്നത്തുനാട് അല്ലെങ്കിൽ പെരുമ്പാവൂര് ഈ മേഖലയിൽ 2020 ഒരു ജനസ്വാധീനം, 2020 ചേർന്ന് നിൽക്കുന്ന അത്രയും ജനങ്ങൾ എറണാകുളം മണ്ഡലത്തിൽ ഏതായാലും 2020 ഒപ്പം ഇല്ല. V4 കൊച്ചിൻ പോലുള്ള സംഘടനകൾ 2020 സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ സത്യമാണെങ്കിലും എറണാകുളത്തിന്റെ ഒരു സവിശേഷ സാഹചര്യത്തിൽ 2020 കുറെ വോട്ട് പിടിക്കും. അതൊരു പക്ഷേ UDFന്റെ ഭൂരിപക്ഷത്തെ കഴിഞ്ഞ തവണ കിട്ടിയ 1,69,000 എന്നൊക്കെ ഉള്ളതിൽ നിന്ന് അതിന്റെ പകുതിയൊക്കെ ആയിട്ട് മാറിയേക്കാം, അല്ലെങ്കിൽ ഗണ്യമായ രീതിയിൽ ഭൂരിപക്ഷം കുറയ്ക്കാൻ സഹായിച്ചേക്കാം, അല്ലെങ്കിൽ അതിന് കാരണമായേക്കാം എന്നല്ലാതെ അതിനപ്പുറത്ത് ഹൈബിയുടെയും UDFന്റെയും വിജയത്തെ തടയാൻ തക്ക ഒരു കൊടുങ്കാറ്റായി മാറാൻ 2020 കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യമുള്ളത് എന്താ വെച്ചാൽ എറണാകുളത്തിന്റെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയമുണ്ട്. മറ്റു പല മണ്ഡലങ്ങളും പോലെ അല്ല എറണാകുളം. എറണാകുളത്ത് ഈ പറഞ്ഞ അതൊരു എന്താ പറയാ കോസ്മോ നഗരമായിട്ടുണ്ട്. ഒരു
ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ വൻതോതിൽ എറണാകുളത്ത് ജനിച്ചു വളർന്നവരൊന്നും അല്ല എറണാകുളത്ത് ഇപ്പോ വോട്ടവകാശമുള്ളവര്. നമുക്കറിയാം IT തലസ്ഥാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുക എറണാകുളം. ആ IT തലസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ അവിടെ വന്ന് താമസിച്ച് ഫ്ലാറ്റുകൾ എടുത്ത് അല്ലെങ്കിൽ വീടുകളെടുത്ത് അങ്ങനെ താമസിക്കുന്ന വലിയൊരു ജനവിഭാഗമുണ്ട്. അപ്പൊ കേരളത്തിന്റെ ഒരു പരിച്ഛേദമായിട്ട് മാറുകയാണ് സത്യത്തിൽ. എറണാകുളത്തുകാരെന്ന് പറയുന്നതിനേക്കാൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേരുന്ന ആളുകള് ഈ ഫ്ളാറ്റുകളിലൊക്കെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് താമസിക്കുന്നത്. അപ്പൊ അവരെല്ലാം അവിടെ വോട്ടർമാരായി മാറുന്നു. അപ്പൊ അവരെങ്ങനെ ചിന്തിക്കുന്നു? പഴയ എറണാകുളം അല്ല. ഈ പ്രായപൂർത്തിയായ ആളുകൾക്ക് UDF ഒരു വികാരമാണെങ്കിൽ ഇപ്പൊ ഈ പുതുതായിട്ട് വന്നു ചേരുന്ന വോട്ടർമാർക്ക്, യുവതയ്ക്ക് ഒരുപക്ഷെ അതേ ഒരു അഫെക്ഷൻ അല്ലെങ്കിൽ അതേ സെന്റിമെന്റ്സ് ഒന്നും UDF ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ എങ്കിലും അത്ര വിരോധമൊന്നുമില്ല എന്നുള്ളത് നമ്മൾ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ കാണുകയും ചെയ്തതാണ്. സകല മെഷീനറിയും ഉപയോഗിച്ചിട്ടും ഇടതുമുന്നണിക്ക് തൃക്കാക്കരയിൽ എന്തെങ്കിലും ഒരു ഓളം ഉണ്ടാക്കാൻ, ഭൂരിപക്ഷം കുറയ്ക്കാനോ ഒരു കടുത്ത മത്സരത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കാനോ കഴിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തൃക്കാക്കര വൻതോതിൽ IT മണ്ഡലമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പോപ്പുലേഷൻ ഒരു പരിധിവരെ എറണാകുളത്തെ സ്വാധീനിക്കുമെങ്കിലും അതിലൊരു പ്രകടമായ രീതിയിൽ അത് ഇടതുപക്ഷത്തെ തുണയ്ക്കുന്നോ അല്ലെങ്കിൽ LDF-നെ UDF-നെ തുണയ്ക്കുന്നോ അല്ലെങ്കിൽ എതിരാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. 2020 ഒരു പ്രതിഭാസമാണ്. ഇരു മുന്നണികളുള്ള എതിർപ്പാണ് സത്യത്തിൽ അവരെ നയിക്കുന്നത്. പിന്നെ സാബു ജേക്കബിന്റെ ചില പേഴ്സണൽ കണക്കുകൾ, അദ്ദേഹത്തിന് ചില കണക്കുകൾ തീർക്കാനുണ്ട്. ആരോ പറഞ്ഞതുപോലെ ഒരു കണക്കും തീർക്കാതിരിക്കാനല്ല, എല്ലാ കണക്കുകളും തീർക്കാനുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് സാബു ജേക്കബ്. അതുകൊണ്ട് ഒരുപക്ഷെ കുറച്ചൊക്കെ വോട്ട് പിടിച്ചേക്കാം. അതിനപ്പുറത്ത് ഒരു അട്ടിമറിക്ക് കാരണമാകാനുള്ള രീതിയിലുള്ള ഒരു സംഗതി ഞാൻ കാണുന്നില്ല. എന്തുകൊണ്ടാണ് ഈ എറണാകുളം കോൺഗ്രസിൻ്റെ ഒരു ഉറച്ച മണ്ഡലമാണ് എന്നൊക്കെ പറയുന്നത്? നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ 1967 ഒരു CPM സ്ഥാനാർത്ഥി ആദ്യമായിട്ട് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്, V. വിശ്വനാഥ മേനോൻ. അദ്ദേഹം 1967 ജയിച്ചതിന് ശേഷം പിന്നെ 1996 വരെ കാത്തിരിക്കേണ്ടി വന്നു ഇടതുമുന്നണിക്കും CPIM-നും ഇവിടെ ഒന്ന് ജയിക്കാൻ. കോൺഗ്രസ് വിട്ടുവന്ന സേവ്യർ അറക്കലാണ് അന്ന് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചത്. അറക്കലിൻ്റെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ സെബാസ്റ്റ്യൻ പോൾ ഇടത് സ്ഥാനാർത്ഥിയായി വിജയിച്ചു. പിന്നെ വീണ്ടും 2003 ഹൈബി ഈഡൻ്റെ പിതാവ് ജോർജ് ഈഡൻ്റെ മരണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സെബാസ്റ്റ്യൻ പോൾ വീണ്ടും വിജയിച്ചു. 2004 സെബാസ്റ്റ്യൻ പോളിലൂടെ ഇടതുമുന്നണി വിജയം ആവർത്തിക്കുകയും ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് കോൺഗ്രസ് മാത്രമേ അവിടെ വിജയിച്ചിട്ടുള്ളൂ. ഈ കോൺഗ്രസ് തോൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇടതുമുന്നണി വിജയിക്കുമ്പോഴൊക്കെ കോൺഗ്രസ് ക്യാമ്പിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് K. കരുണാകരൻ വാർത്താസമ്മേളനം വിളിച്ച് നിങ്ങൾ ടെലിവിഷൻ നോക്കി വോട്ട് ചെയ്യണം എന്ന് പരസ്യമായി ആഹ്വാനം ചെയ്യുകയുണ്ടായി. അന്ന് ഇടതുമുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ പോൾ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിഹ്നം ടെലിവിഷനായിരുന്നു. അത്തരം പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിലില്ല. ശ്രീ ജോർജ് പൊടിപ്പാറ, ഹൈബി ഈഡൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു പ്രധാന കാരണവും ഈ കോൺഗ്രസ് ക്യാമ്പിൽ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല എന്നതായിരിക്കും. തീർച്ചയായിട്ടും അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ വേറൊരു ചോദ്യത്തിൽ സൂചിപ്പിച്ചിരുന്നു. അതായത് എറണാകുളത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസ് എപ്പോഴൊക്കെ പ്രതിസന്ധിയിലായിട്ടുണ്ടോ അപ്പോഴൊക്കെ പാർട്ടി വലിയ പ്രശ്നങ്ങളിലായിരുന്നു. അതായത് ഗ്രൂപ്പ് തർക്കത്തിന്റെ പേരിൽ AK ആന്റണി ഗ്രൂപ്പും അല്ലെങ്കിൽ ആന്റണി ഗ്രൂപ്പും കരുണാകരൻ നേതൃത്വം I ഗ്രൂപ്പും തമ്മിൽ രണ്ട് പാർട്ടിക്കാരെന്നുള്ളതിനപ്പുറത്ത് അതിലും കൂടിയ വൈരവും അതുപോലെ തന്നെ അതിന്റെ പേരിലുള്ള തർക്കവിതർക്കങ്ങളും ഒക്കെ ആയിട്ട്, അതുകൊണ്ടാണല്ലോ ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ സെബാസ്റ്റ്യൻ പോൾ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചിഹ്നമായ ടെലിവിഷൻ നോക്കി നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് വരെ K. കരുണാകരൻ പറയണമെങ്കിൽ അന്ന് ആ ഗ്രൂപ്പ് യുദ്ധം ഏത് അവസ്ഥയിലായിരുന്നു എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോ തോറ്റ സമയത്തൊക്കെ എറണാകുളത്ത് ജനങ്ങളല്ല പാർട്ടിയെ തോൽപ്പിച്ചിരിക്കുന്നത്, കോൺഗ്രസ്സുകാർ തന്നെ കോൺഗ്രസ്സുകാരെ തോൽപ്പിച്ച ചരിത്രമാണ് എറണാകുളത്തിന്റെ. അല്ലെങ്കിൽ ആരോ പറഞ്ഞതുപോലെ എറണാകുളത്ത് കോൺഗ്രസ് തോൽക്കണമെങ്കിൽ കോൺഗ്രസ് തന്നെ വിചാരിക്കണം എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അങ്ങനെയാണ് പലപ്പോഴും ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത്. എങ്കിലും ഇത് ഇത്തവണത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ 2-3 ഘടകങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, പാർട്ടിക്കകത്ത് അത്തരം പ്രശ്നങ്ങളില്ല. മാത്രമല്ല നമുക്കറിയാം ഏറ്റവും കൂടിയ അളവിൽ പാർട്ടിക്കകത്ത് ഐക്യവും അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് പാർട്ടിയുടെ പ്രവർത്തനം നടക്കുന്ന ഒരു മണ്ഡലമാണ്. ഏറ്റവും കൂടുതലായിട്ട് അവിടുത്തെ വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു DCC പ്രസിഡന്റ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യം പരിശോധിക്കുമ്പോൾ എല്ലാ തരത്തിൽ നോക്കിയാലും ഹൈബി ഈഡന് നെഗറ്റീവ് ആകുന്ന ഒരു ഘടകവും പാർട്ടിക്കകത്തോ പുറത്തോ അല്ലെങ്കിൽ ഉപരിതലത്തിൽ മാത്രമല്ല
പാർട്ടിയുടെ ഉള്ളിലും ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാവുന്ന ഘടകങ്ങളൊന്നും ഇതുവരെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നം ഉള്ളതായിട്ട് ആരും ആരോപിക്കുന്നുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു ഇതില് എറണാകുളത്ത് ഹൈബി ഈഡൻ എന്ന് പറയുന്ന കാൻഡിഡേറ്റും വളരെ സ്വീകാര്യനാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം, അദ്ദേഹം ജോർജ് ഈഡന്റെ മകനാണ്. കിട്ടിയ അവസരം നന്നായി ഉപയോഗിക്കുന്ന നല്ല MP എന്നുള്ള നിലയിൽ പ്രശ്നങ്ങളുള്ളിടത്തെല്ലാം ഓടിയെത്തി അതെല്ലാം നന്നായി പരിഹരിക്കുന്ന, അതിലെല്ലാം നന്നായി ഇടപെടുന്ന ഒരു വളരെ ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു MP എന്ന പേരും അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ഈ ഘടകങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് എറണാകുളത്തിന്റെ രാഷ്ട്രീയ സ്വഭാവവും അതിന്റെ ഒരു കോൺഗ്രസ് പാരമ്പര്യവും, താങ്കൾ സൂചിപ്പിച്ചതുപോലെ വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഒക്കെയാണ് ഇടതുപക്ഷം ജയിക്കുന്നത് അവിടെ. 66 ശേഷം പിന്നെ 2009 വരെ, അല്ലെങ്കിൽ അതുവരെ കാത്തിരിക്കേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു വലിയ കാലഘട്ടം, പതിറ്റാണ്ടുകളും അല്ല അതിനപ്പുറത്ത് വ്യാഴവട്ടങ്ങളും കടന്നിട്ടാണ് പലപ്പോഴും വിജയിക്കുന്നത്. ഈ അടുത്ത കാലത്താണ് 2000-ന് ശേഷമാണ് അദ്ദേഹത്തിന്റെ നമ്മുടെ വിജയം, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു വിജയമൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് ആവർത്തിക്കാനുള്ള ഒരു സാധ്യത ഇപ്പോ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പറയുമ്പോഴേ നമ്മളിപ്പോൾ ഈ കോൺഗ്രസിന് ഉറപ്പിക്കാവുന്ന മണ്ഡലം എന്ന് നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ താങ്കൾ നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു ഇതൊരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷനുള്ള മണ്ഡലമാണ്. ആ ഫ്ലോട്ടിംഗ് പോപ്പുലേഷനെ മാറ്റി നിർത്തിയാലും അവിടുത്തെ പഴയ കോൺഗ്രസ്സുകാർ അവരുടെ ഉറപ്പിലാണ് നമ്മളിപ്പോഴും അതൊരു കോൺഗ്രസ് മണ്ഡലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുതിയ തലമുറയും ആ രാഷ്ട്രീയം തുടരുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അതിനിപ്പോ ഏറ്റവും ഒടുവിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു സൂചന എന്താന്ന് പറഞ്ഞാൽ, ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള ഒരു മണ്ഡലമാണല്ലോ നമ്മൾ ഈ അടുത്ത കാലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന PT തോമസിന്റെ മരണം മൂലം ഒഴിവന്ന, അതിൽ ഉമാ തോമസ് മത്സരിച്ച തൃക്കാക്കര. ഒരുപക്ഷെ IT പാർക്കൊക്കെ അടക്കം, ഇൻഫോ പാർക്ക് അടക്കമുള്ള സ്ഥലങ്ങളൊക്കെ ആ മണ്ഡലത്തിലാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ സ്വാഭാവികമായിട്ടും അവിടെ എത്തിപ്പെടാനുള്ള ഒരു സൗകര്യത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ IT പ്രൊഫഷണൽസ് ഒക്കെ താമസിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് തൃക്കാക്കര. പിന്നെയുള്ളത് തൃപ്പൂണിത്തുറ മേഖലയാണ്. ഇപ്പൊ നമ്മൾ പറയുന്ന മറ്റ് പറവൂരോ വൈപ്പിനോ അതുപോലുള്ള കൊച്ചിയോ ഇതുപോലുള്ള മണ്ഡലങ്ങളിലേക്ക്, എറണാകുളം പോലുള്ള മണ്ഡലങ്ങളിലേക്ക് പോയാൽ അത്രത്തോളം ഈ പറഞ്ഞ ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷന്റെ സാന്നിധ്യം ഇല്ല. അപ്പൊ അവർ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള ഈ മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് തൃക്കാക്കരയിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു. അപ്പൊ അത് ഒരു നെഗറ്റീവ് ഇത് ഫ്ലോട്ടിംഗ് പോപ്പുലേഷന്റെ ഭാഗത്തു നിന്നായാലും UDF-നെതിരെ അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായിട്ടോ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ചായ്വ് ഈ ജനവിഭാഗം, ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ പ്രത്യേകിച്ച് IT പീപ്പിൾ കാണിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ IT-കാരുടെയൊക്കെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവര് വളരെ പ്രൊഫഷണൽസ് ആണ്. അവർക്ക് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് ചെയ്യാൻ പോകുമോ, എന്തെങ്കിലും ഇങ്ങനെ സാധാരണ മനുഷ്യരെ പോലെ, അല്ലെങ്കിൽ ഒരു കോമൺ മാൻ, ലേമാൻസ് പോയിന്റ് ഓഫ് വ്യൂലൊക്കെ പറയുന്ന പോലെ അവരെ പോലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആവേശമൊന്നും ഈ പുതിയ ജനറേഷനിലെ, പ്രത്യേകിച്ച് IT രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഈ ന്യൂജൻ കക്ഷികൾക്ക് ഇല്ല. അവര് എല്ലാ സൗകര്യങ്ങളൊക്കെ ഒത്തു വന്നാൽ പോയി വോട്ട് ചെയ്യാം, അല്ലെങ്കിൽ അന്ന് ചില്ല് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ അവരെ കൊച്ചാക്കാനോ കളിയാക്കാനോ ഒന്നും പറഞ്ഞതല്ല. അവരുടെ ഒരു മെന്റാലിറ്റി, ഒരു കിട്ടിയ ഒരു അവസരം നോക്കി ഒരു ടൂർ പോവുക, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോയി എൻജോയ് ചെയ്യാന്നൊക്കെ ഉള്ളതല്ലാതെ അവർക്ക് ഈ പൊളിറ്റിക്സിലൊന്നും അത്ര ആവേശമോ വാശിയൊന്നും ഇല്ല. പൊളിറ്റിക്സ് ഒക്കെ അവർ നിരീക്ഷിക്കുന്നുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ ഒരു സാധാരണ ജനങ്ങളിൽ കാണുന്ന പോലത്തെ ഒരു വീറും വാശിയും പക്ഷം പിടിച്ചുകൊണ്ട് എന്റെ സ്ഥാനാർത്ഥി ജയിക്കണം, ജയിച്ചേ തീരൂ എന്ന ഒരു മാനസികാവസ്ഥയൊന്നും അവർക്കില്ല. അവർ കുറെ കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ യുവത പൂർണ്ണമായിട്ടും ഇടതുപക്ഷത്തിനോട് അത്രമേൽ ആഭിമുഖ്യം കേരളത്തിൽ കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ UDF-നോട് അത്രമേൽ വിരോധം കാണിക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വരുമ്പോൾ എറണാകുളത്തിന് യുവതയുടെ സാന്നിധ്യം അത്ര വലിയൊരു നിർണായക ഇഫക്റ്റ് ആയിട്ട്, ഒരു ക്രൂഷ്യൽ ഫാക്ടറായിട്ട് മാറാനുള്ള സാധ്യത രാജീവ് കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. റൈറ്റ്. അവസാനമായിട്ട് പറയുമ്പോൾ ത്രികോണ മത്സരമൊന്നുമില്ല എറണാകുളത്ത്. പതിവ് പോലെ ശക്തമായ രാഷ്ട്രീയ മത്സരം നടത്തുന്നു ഇടതുമുന്നണിയും CPM-ഉം. പക്ഷേ കോൺഗ്രസിൻ്റെ ശക്തിയെ മറികടക്കാൻ അത് മതിയാകുമോ എന്നതാണ് ചോദ്യം.